ഹലോ ഫ്രണ്ട്സ്, അഭിശ്രീ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നും നിങ്ങളെ ഉത്തരാഖണ്ഡിലുള്ള മലയും കുന്നുകളും കാണിച്ച് ബോറടിപ്പിച്ച് ഞാൻ ഇന്ന് വിചാരിച്ചു കുറച്ച് വെറൈറ്റി ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ മോൻ്റെ സ്കൂളിൽ പാരൻസ് മീറ്റിങ്ങിന് പോയ വീഡിയോയാണ് നിങ്ങളെ മുമ്പിൽ കാണിക്കുന്നത്. അപ്പം നമുക്ക് കണ്ടിട്ട് വരാം. കണ്ടില്ലേ, ഇതാണ് എൻ്റെ മോൻ പഠിക്കുന്ന സ്കൂൾ. എൻ്റെ മോൻ 7ാം ക്ലാസ്സിലും എൻ്റെ മോള് 5ാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത്. ഇത് ഉത്തരകാശിയിലുള്ള കേന്ദ്ര വിദ്യാലയ സ്കൂളാണ്. അപ്പം ഈ സ്കൂളിന് മൊത്തമായിട്ടും എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ വീഡിയോയും കണ്ടിട്ട് മുഴുവനായിട്ട് കാണണം. ആദ്യം മുതൽ അവസാനം വരെ കണ്ടാലേ സ്കൂളിൻ്റെ ഭംഗി ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ. നമ്മളിങ്ങനെ കയറി വരുന്ന ആ വഴിയിൽ തന്നെ രണ്ട് ഭാഗത്തും നിറയെ ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കണ്ടില്ലേ, ഇങ്ങനെയുള്ള ബോർഡുകളും വെച്ചിട്ടുണ്ട്. ഉത്തരകാശിയിൽ ഉള്ള വിസിറ്റ് ചെയ്യേണ്ട പ്ലേസുകൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സസ്, ഓരോ സ്റ്റേറ്റിൻ്റെയും ട്രഡീഷണൽ ഡ്രസ്സസിനെ പറ്റിയുള്ള ഒരു ബോർഡ്. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ബോർഡുകൾ അവിടെ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഗ്രൗണ്ടാണ്, നല്ല ഭംഗിയുള്ള ഗ്രൗണ്ടാണ്. കണ്ടിട്ട് കൊതിയായി എനിക്ക്. അത്രയ്ക്ക് നല്ല ഭംഗിയുള്ള ഒരു ഗ്രൗണ്ടാണ് ഇവിടെ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരുക്കിയിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു പാർക്കിലൊക്കെ പോയ ഫീലായിരുന്നു എനിക്ക് ആ സ്കൂളിൻ്റെ അകത്തോട്ട് കയറിയപ്പോൾ. പിന്നെ ഈ സ്കൂളിലാണെങ്കിലേ ക്യാമറ അലൗഡ് അല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇതാണ് ക്ലാസ് റൂമുകൾ. ഇത് ക്ലാസ് റൂമുകളും പിന്നെ പാരൻസ് മീറ്റിംഗ് ആയതുകൊണ്ട് തന്നെ അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു ഇവിടെ. അതുകൊണ്ടാണ് ഇത്രയും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോ എടുത്തത്. ഇതാണ് സ്കൂളിൻ്റെ അകത്തുള്ള ദൃശ്യം. കാണാൻ നല്ല ഭംഗിയായിരുന്നു. എന്തുകൊണ്ടും ഞാൻ പറഞ്ഞതുപോലെ ഒരു പാർക്കിൽ പോകുന്നൊരു ഫീലായിരുന്നു എനിക്ക്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സ്കൂള്. നല്ലൊരു സ്കൂളാണ്. പിന്നെ നിങ്ങൾ ഈ കാണുന്നതാണ് അവിടുത്തെ ഗ്രൗണ്ടാണ്. ഗ്രൗണ്ടിലൊരു സൈഡിൽ കുറേ വെജിറ്റബിൾസും ഫ്രൂട്ട്സും പിന്നെ ഫ്ലവേഴ്സും അങ്ങനെ ഒരുപാട് നട്ടിട്ടുണ്ട്. അങ്ങോട്ടൊന്നും ഞാൻ പോയില്ല.
ഇത് ഈ കാണുന്നത് സൺഫ്ലവറാണ്. സൺഫ്ലവറിൻ്റെത് നമ്മുടെ ആ വരുന്ന വഴിക്കും അവിടെയും അവർ നട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇത് വന്നിട്ട് ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള പിള്ളേർക്ക് മാത്രമേ ഇതൊക്കെ ഉപയോഗിക്കാനുള്ള അനുവാദമുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ കാണുന്നത് നല്ല വലിയ ഗ്രൗണ്ടാണ്. അപ്പോൾ ഇവിടെ ഇരുന്നത് ഇത് വലിയൊരു സ്റ്റേജാണ്. ഈ സ്റ്റേജിലാണ് അവർ പ്രോഗ്രാമൊക്കെ നടത്തുന്നത്. ഈ സ്റ്റേജിൽ പ്രോഗ്രാം നടത്തുന്ന സമയത്ത് കുട്ടികൾക്ക് ഇവിടെ ഇരുന്ന് കാണാനും ആസ്വദിക്കാനും വേണ്ടിയിട്ടുള്ള നല്ല രീതിയിലൊരു ഗ്രൗണ്ട് തന്നെയാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. ഈ കാണുന്നതെല്ലാം ക്വാർട്ടേഴ്സുകളാണ്. അവിടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്മാർക്ക് താമസിക്കാനുള്ള ക്വാർട്ടേഴ്സുകളാണ് ഈ സൈഡിലൊക്കെ കാണുന്നത്. പിന്നെ ഞാൻ അവിടെ പോയപ്പോൾ കണ്ടൊരു പ്രത്യേക തരം പൂവാണിത്. ഇതിപ്പോൾ ഉത്തരാഖണ്ഡിൽ വന്നതിന് ശേഷമാണ് ഇത് കാണുന്നത്. നല്ലൊരു പൂവാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് നമ്മളങ്ങനെ നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്കും കണ്ട കുറേ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് അറിയാം. എന്നാലും എൻ്റെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് കണ്ടെന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ കൂട്ടുകാരെ, ഞാൻ PTA മീറ്റിങ്ങിന് വന്നിട്ട് എന്തുകൊണ്ട് സ്കൂളിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊന്നും കാണിച്ചില്ല എന്ന് നിങ്ങൾ വിചാരിക്കും. ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴേ അത് അലോഡല്ല എന്നുള്ളത് അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞായിരുന്നു. അപ്പോൾ ടീച്ചേഴ്സൊക്കെ ഇരിക്കുന്ന സമയത്തും വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ അത് നടന്നില്ല. അതുകൊണ്ടാണ് സ്കൂളിൻ്റെ പരിസരവും കുറച്ച് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഞങ്ങളങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചെറിയ വെള്ളച്ചാട്ടം കണ്ടില്ലേ നിങ്ങൾ? അതങ്ങ് മലയിൽ നിന്ന് വരുന്നതാണ്. അതിലേ കൂടെ വണ്ടിയൊക്കെ പോകുന്നുണ്ട്. പക്ഷേ അവിടെ യാത്രികരെല്ലാവരും നിന്ന് വെള്ളം ശേഖരിക്കുന്നുണ്ട്. ഈ വെള്ളം നേരെ പോകുന്നത് ഗംഗാ നദിയിലോട്ടാണ്. ഇനി അങ്ങോട്ട് ഹോം സ്റ്റേകളാണ്. യാത്രികർ വരുന്നവർക്ക് വേണ്ടിയിട്ട് താമസിക്കാൻ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഹോം സ്റ്റേ ആണ്. ഈ കാണുന്നതെല്ലാം ഹോം സ്റ്റേസും റെസ്റ്റോറൻറ്റും ചേർന്ന് വരുന്ന സ്ഥലങ്ങളാണ്. ഒരുപാടടുത്ത് ഇതേപോലെ ഉണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ ഹോം സ്റ്റേ ഉണ്ട്. യാത്രികർക്ക് താമസിക്കാൻ പറ്റിയ സൗകര്യങ്ങളോട് കൂടിയുള്ളത് ഇവിടെ ഒരുപാട് സ്ഥലത്തുണ്ട്. ഞാനെൻ്റെ ഒരുപാട് വീഡിയോകളിൽ ഉത്തരാഖണ്ഡിൻ്റെ സൗന്ദര്യത്തെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ ഈ വീഡിയോ കാണുന്നവർക്ക് ആർക്കെങ്കിലും ഉത്തരാഖണ്ഡിനെ ഇഷ്ടമാണെങ്കിൽ, ഉത്തരാഖണ്ഡിനെ പറ്റിയുള്ള വിവരങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണം. കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം. ഞാൻ അതിനെ പറ്റിയുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. എന്നെ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്താറായി കൂട്ടുകാരെ. ഈ കാണുന്നതെല്ലാം യാത്രികരാണ്. ഗംഗോത്രിക്ക് പോകാൻ വന്ന ആൾക്കാരാണ്.
അവരെല്ലാവരും ഇവിടെ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഈ റോഡിൻ്റെ 2 സൈഡിലായിട്ടും അവരിങ്ങനെ വിശ്രമിക്കുകയാണ്. കുറച്ച് ദൂരത്തിൽ ഇങ്ങനെ യാത്ര ചെയ്തിട്ട് പിന്നെ കുറച്ച് ദൂരം അവർ വിശ്രമിക്കും, അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ് ആ സൈഡിൽ കിടക്കുന്ന ആൾക്കാർ. പിന്നെ നിങ്ങൾ കാണുന്നതെല്ലാം ഹോം സ്റ്റേ. ഞാൻ പറഞ്ഞില്ല, അങ്ങോട്ട് പോയാൽ എല്ലാം ഹോം സ്റ്റേകളാണ്. ഒരുപാട് ഇപ്പോൾ തന്നെ തീർത്ഥാടന സമയമായതുകൊണ്ട് തന്നെ നിറയെ ആൾക്കാർ വന്നു പോകാറുണ്ട്. അപ്പം ഈ 2 സൈഡിലും കാണുന്നതെല്ലാം ഹോം സ്റ്റേസാണ്. ഈ ഹോം സ്റ്റേസിൽ ഈ സമയത്ത് മാത്രമാണ് ഓപ്പൺ ചെയ്തിട്ട് തീർത്ഥാടകർക്ക് വേണ്ടി ഒരുക്കി കൊടുക്കാറുള്ളൂ. അപ്പോൾ ഞാൻ ഒരുപാട് ബോറടിപ്പിക്കുന്നില്ല. അങ്ങനെ ഞങ്ങളുടെ യാത്രയെല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിലെത്താറായി. അപ്പോൾ ഇനി വേറൊരു നല്ല വീഡിയോയിൽ കാണാം. ഇനി വേറെന്തെങ്കിലും വിശേഷമായിട്ടുള്ള വീഡിയോ എന്തെങ്കിലും കിട്ടിയാൽ ഞാനത് ലോങ് വീഡിയോ ആയിട്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.